ഹലോ, അസ്സലാമലൈക്കും. മാബിൻ്റെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയും ഉരുളുപൊട്ടലൊക്കെയാണ് അല്ലേ? അപ്പോൾ എല്ലാവരും കണ്ടില്ല എല്ലാം. അപ്പോൾ നമ്മളൊക്കെ നല്ലോണം നോക്കിയിരിക്കുക. അപ്പോൾ അതാ പിന്നെ എന്താണ്, ചേമ്പുംതാൾ കൊണ്ടൊരു പുളിങ്കറി കേട്ടോ വെക്കാൻ നിൽക്കണേ. നല്ല അടിപൊളി കറിയാണേ. അപ്പോൾ അതതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ചേമ്പുംതാൾ എടുത്തിട്ടുണ്ട്. വലിയ താളുണ്ടല്ലോ, നമ്മളെ കാട്ടുചേമ്പല്ലാത്ത ചേമ്പിൻ്റെ ഒരു ഇതാട്ടോ എടുത്തിട്ടുള്ള ഒരു താള്. അപ്പം നല്ലപോലെ കഴുകണം. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അതുപോലെ അരിഞ്ഞ് വേണ്ട, നല്ല വലുപ്പമില്ല, ഇതാ ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പം ഞാൻ ഈ ഒരു ചട്ടി അടുപ്പ് ഇതിൽ ലേശം വെള്ളം എടുക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒരു ശകലം മുളക് പൊടി, ഇത്തിരി ഇട്ടാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ അത് എന്താണ് പുളിങ്കറി വെക്കുമല്ലോ, മീൻ കറി വെക്കണ അതേ രീതിയിലാട്ടോ വെക്കാൻ പോണേ. ഇതാ ഇത് നല്ലോണം തിളച്ചിട്ട് ഈ ചേമ്പിൻ്റെ ഈ താള് ഇട്ട് കൊടുക്കുക. ഇത് കാണിച്ചരേ. അത് ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് അറിയാത്തവരോടാട്ടോ പറയുന്നത്. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരു അരമുറി തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, 2-3 കുഞ്ഞ് പച്ചമുളക് എടുത്തിണ്. പച്ചമുളക് പറയുമ്പോൾ നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് കുറച്ചെടുത്ത്. നമ്മളിവിടുന്ന് പറിച്ചായതുകൊണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇടണം കേട്ടോ. പിന്നെ കുറച്ച് ജീരകം ഇട്ടണം. ഇത് ഞാൻ വലിയ ജീരകം ഇട്ട്. നിങ്ങൾക്ക് ഏത് ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇടുകയാണെങ്കിൽ വലിയ ജീരകം ഇട്ടുകൊണ്ട്. നമ്മളിപ്പോൾ പുളിങ്കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ജീരകം ഇടൂലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനതൊന്ന് അടുപ്പത്ത് വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് തിളച്ചിട്ടോ, അതണ്ട തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. ഇത് വേവുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ, കുറച്ചേ ഉണ്ടാവുള്ളേ. ഞാനിതൊരു വലിയ തണ്ട എടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്താൽ മതി. ഇത് താന്ന് പോവും. നമ്മളെ ഈ മഴക്കാലത്ത് ഇങ്ങനത്തെ കറികളൊക്കെ വെച്ച് കൂട്ടണത് നല്ലതാണ്. ഒന്ന് അടച്ച് വെച്ച് ഞാനിനി ഒന്നിട്ട് വേവട്ടെ. അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നോക്കിയിട്ട്, ചില ആൾക്കാർക്ക് ഉപ്പ് വളരെ കുറച്ച് മതിയാവും, അതിനനുസരിച്ച് നോക്കിയിട്ട് കൊടുക്കുക. ഇതുണ്ടോ, ഇതൊരു കുറച്ചും കൂടെ വെന്താൽ മതി. ഒന്നും കൂടി അടച്ചു വെച്ചാൽ മതി. പനിയാണ് മക്കളെ, പനി. അതാണ് സൗണ്ട്. അല്ലെങ്കിലും അടച്ചുകൊണ്ടായിക്കൂടി ഒന്നും കൂടി പനി ആയതുകൊണ്ട് സൗണ്ടൊന്നും ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ക്ഷമിക്കുക. നമുക്കിപ്പോൾ പനിയൊക്കെ അല്ലേ ഉള്ളൂ. എത്ര ആൾ മരിച്ചു പോയില്ലേ. ഒരുപാട് വിഷമമുണ്ട് നമുക്ക്. എന്ത് ചെയ്യാനാ. എല്ലാവരും പഠിച്ചോൻ കാക്കട്ടെ. ഇപ്പോൾ അത് നമ്മളെ താള് വെന്തു കേട്ടോ. നമുക്ക് എന്താണ് ഈ പുളി ഒഴിച്ചു കൊടുക്കുക. പുളി ഞാൻ മുഴുവൻ ഒഴിക്കണില്ല, നോക്കിയിട്ട് ഒഴിക്കുക. ഓരോരുത്തരെ പുളി ഇഷ്ടമുണ്ടെങ്കിൽ തോനെ ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പം ഇനി വളംപുളി ഇല്ലെങ്കിൽ കുടംപുളീൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു കുഞ്ഞ് പീസ് ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടോ, അതൊന്നും ഇങ്ങോട്ട് തിളക്കട്ടെ. ഞാൻ വീഡിയോ ചെയ്യാൻ 2 ദിവസം വൈകിട്ടുണ്ട്. എന്താ വെച്ചാൽ പനി ആയതുകൊണ്ടാട്ടോ. നമ്മളെല്ലാവരും കാണണേ.
വീഡിയോ ഇടുമ്പോഴൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ അതാ തേങ്ങ ഒഴിച്ചു കൊടുക്കുക. ലേശം ഈ ജാറ് കഴുകിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. മതി. പുളി കുറവാണെങ്കിൽ ലേശം കൂടി ഒഴിച്ചു കൊടുക്കാം നോക്കിയിട്ട്. അപ്പോൾ അത് വാങ്ങി വെച്ച് നമുക്കൊന്ന് വറവിടാം കേട്ടോ. ഇത്ര പണിയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഈ താളൊന്ന് വെന്തിട്ടിയാൽ, ഈ താള് എന്ന് പറയുമ്പോൾ നല്ലപോലെ പെട്ടെന്ന് വേവും. ചൂട് നല്ലപോലെ ഒന്ന് തട്ടിയാൽ മതി. ഇനി ഒന്ന് വറവിടട്ടെ. അപ്പോൾ ഉപ്പ് ഞാൻ ആദ്യം ലേശം ഇട്ട് കൊടുത്തിരുന്നു, പിന്നെയും കുറച്ചും കൂടെ കുറവായിരുന്നു കേട്ടോ. പുളി ഞാൻ അധികം ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടുക. അപ്പോൾ ഇവിടെ ഒരാൾക്ക് പുളി തീരെ പറ്റൂല, അതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തത്. പക്ഷെ കുറച്ചും കൂടിയും പുളി ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. പുളിയും കറിയാണല്ലോ, അപ്പോൾ പാകത്തിനുണ്ട് ഇത്. കുറച്ചുകൂടി പുളി ചില ആൾക്കാർ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് വറവിട്ടെടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഒരു നുള്ള് എന്താ പറയുക, ഉലുവ ഇതാ തിരി മതി, ആ മതി. പിന്നെ കുറച്ച് കടുക്, ഒരു ചുവന്ന ഉള്ളി, രണ്ട് വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പിൻ്റെ, അപ്പോൾ അത് മൂത്ത് വന്ന് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. തീ ഓഫാക്കാം. നമ്മളെ താളുകറി ഇതാണേ. താളിപ്പോൾ എങ്ങനെ വെച്ച് കഴിക്കണമെന്നല്ല തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒന്ന് ചമ്മന്തിയോ അച്ചാറോ മീൻ വറുത്തതോ ഏതെങ്കിലും ഒന്ന്
കൂട്ടിയാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കുക. ഈ മഴക്കാലം കഴിയുന്നതിൻ്റെ അടുക്കായിട്ട്. നമ്മൾ വേനൽക്ക് ഇപ്പോൾ താളമൊന്നും വെക്കലില്ലല്ലോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ വിവരങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ, അഭിപ്രായങ്ങളൊക്കെ. അപ്പം എല്ലാവരോടും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.